ഈ ജൂലൈ മാസം നിങ്ങൾക്ക് എന്ത് എനർജിയിലായിരിക്കും എന്നാണ് നോക്കുന്നത്. ഇപ്പം 6 കാർഡ്സ് സ്പ്രെഡ് നോക്കാം നമുക്ക്. ഈ ജൂലൈ മാസത്തിൽ നമുക്ക് എന്താണ് വരാനിരിക്കുന്നതെന്ന് നോക്കാം. ഒരു കാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോറി, 4, 3, 7 കറക്റ്റാണ് കാർഡ്. 7 കാർഡ് വന്നിട്ടുണ്ട്. 6 കാർഡാണ്. സോറി, കറക്റ്റല്ല. 6 കാർഡാണ് വരേണ്ടത്, 7 കാർഡ് വന്നിട്ടുണ്ട്. അപ്പം പേർക്കുള്ള എനർജിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എനർജി നൈറ്റ് ഓഫ് സോർട്സ് ആണ്. അപ്പം നിങ്ങളിലേക്ക് സ്പീഡിൽ വന്നെടുക്കുന്ന ഒരാളുടെ എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സിലൂടെ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ എന്തോ ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കോണ്ടാക്ട് ചെയ്യാനോ വന്നെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി സ്പീഡിലേക്ക് നിങ്ങളിൽ ഈ ജൂലൈ മാസത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സിലൂടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി എളുപ്പം ജോലി തീർക്കാനും നിങ്ങളിലേക്ക് വന്നെടുക്കാനുമാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പം ഈ സ്നേഹത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി സന്തുഷ്ടമാണ് എന്ന് പറഞ്ഞാൽ തൃപ്തനാണ് എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം സ്നേഹം കൊടുക്കുന്നുണ്ട് അവർക്ക്. ആ സ്നേഹത്തിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് അവർക്ക് കിട്ടിയത് കൊണ്ട് അവർ തൃപ്തരാണ് എന്നാണ് ഈ 9 ഓഫ് കപ്പിൻ്റെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആ സ്നേഹം കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കും എന്നാണ് രണ്ടാമത്തെ എനർജി കാർഡും കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ, അതും ഈ ജൂലൈ മാസത്തിൽ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ആ കാർഡ് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാർഡ് ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലൂടെ നടന്നു പോകുന്ന ബന്ധമാണിത്. അതുകൊണ്ട് പലതരം പ്രോബ്ലംസൊക്കെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആ പ്രോബ്ലംസിനെ ഒന്നും വന്നതുകൊണ്ട് യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്ന ഒരു പരീക്ഷണ ഘട്ടമാണത്. കർമ്മ കംപ്ലീഷൻ സ്റ്റേജാണ്. ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ലൈഫിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരൊന്നും അയ്യോ എനിക്കിന്ന് ദുഃഖമായി എന്ന് കരുതാണ് ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജായിട്ട് അതിനെ കാണുക. അപ്പോൾ ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് കഴിയുമ്പോൾ ഇന്ന് ഒരു വേദനാജനകമായ ഘട്ടമാണെങ്കിലും ജൂലൈ മാസം നിങ്ങൾക്ക് ആ കർമ്മ കഴിഞ്ഞ പുതിയൊരു ഘട്ടം നിങ്ങളിലേക്ക് കടന്നു വരും. ആ പുതിയതായി കടന്നു വരുന്ന ഘട്ടത്തിലേക്ക് കാത്തിരിക്കുക. അല്ലാതെ ഇപ്പോൾ ദുഃഖമാണ് നാളെയും ദുഃഖമാണ് എന്ന് കരുതരുത്. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ് വന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് എൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ആരിലേക്കെങ്കിലും പണം നിങ്ങൾക്ക് ആരിലും കൊണ്ടുതരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദീർഘകാലമായിട്ട് തരുന്നില്ല എന്ന് കരുതി മുടങ്ങിക്കിടക്കുന്ന പണമായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്തു, ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് പണം തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമായിരിക്കും. എന്തായാലും ആ പൈസ വരുന്നതായിട്ടാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജൂലൈ മാസത്തിൽ അങ്ങനെ കുറച്ച് മണി വന്ന് നിങ്ങളിലേക്ക് ചേരാൻ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മണി ബ്ലോക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ഹോപ്പനോപോനോ എന്നും ചൊല്ലുക. അപ്പോൾ ആ മണിയുടെ എനർജി എന്നത് നിങ്ങളിലേക്ക് വന്നെടുക്കുമെന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് 10 ഓഫ് കപ്പാണ്. ഇതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജാണ്. സെപ്പറേറ്റായിട്ട് റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റായി പോയവർ വല്ലോ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഒന്നാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 10 ഓഫ് കപ്പിൻ്റെ എനർജി ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഒരു കുടുംബ ബന്ധമാണെങ്കിൽ ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഒത്തുചേരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ 10 ഓഫ് കപ്പിൻ്റെ എനർജി നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം ഈ വ്യക്തി ഈ ജീവിതത്തിൽ കടന്നുപോയ ഈ വ്യക്തി നമ്മളൊത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടാകും. പക്ഷേ ആ വ്യക്തിക്ക് പലവിധ സാഹചര്യങ്ങൾ കൊണ്ട്
നമ്മളിലേക്ക് വന്നെടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ജീവിക്കുന്ന സാഹചര്യം അതുപോലത്തേതായിരിക്കും, ഒട്ടും അനുകൂലമായിരിക്കത്തില്ല. അപ്പം ആ വ്യക്തി പക്ഷേ ഈ വ്യക്തിയെ ശരിക്ക് മുറുകെ പിടിച്ചിട്ടുള്ളതെന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ പലവിധ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെയൊക്കെ മറികടന്ന് ഈ വാൺസ് സ്വന്തമാക്കണമെന്നാണ് ആ വ്യക്തി കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ള ഡിവൈൻ ടൈമല്ല, മുന്നോട്ട് സമയം വരുമ്പോഴേക്ക് ഈ എനർജി എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് ആ വ്യക്തി ആ വാൺസിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റു പലവിധ കാര്യങ്ങളിലും അയാൾ മുഴുകി ജീവിക്കേണ്ട അവസ്ഥയാണ് എന്നാണ് ഈ ക്വീൻ ഓഫ് വാൺസ് പറയുന്നത്. അപ്പം ജൂലൈ മാസം നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ആവുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾക്ക് ലൈഫിലുണ്ടോ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയുള്ള ഒരു സമയം അല്ല എന്നാണ് ഈ ജൂലൈ മാസത്തിലെ എനർജിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് 8 ഓഫ് വാൺസിൻ്റെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്, നിങ്ങൾ കാതും കയ്യൊക്കെ ഒന്ന് കെട്ടിയിട്ട അവസ്ഥയിലാണ്. നിങ്ങൾ ചിന്തകളാലോ മറ്റുള്ളവരുടെ പ്രവൃത്തികളാലോ നിങ്ങൾ ഒത്തിരി മൂടപ്പെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആ മറയിലാണ് നിങ്ങളിപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ മറ നീക്കി പുറത്തു വരണം. നിങ്ങളിലുള്ള ടാലൻറ്റ് നിങ്ങൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ആ ചിന്താധാര കൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതാണ്. നിങ്ങളിലുള്ള ടാലൻറ്റ് നിങ്ങൾ വെളിക്കൊണ്ടുവന്ന് നിങ്ങൾ മാറുക എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഏഞ്ചൽസ് എന്തായി ജൂലൈ മാസം നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. ഒരു 3 കാർഡ് എടുത്ത് ഏഞ്ചൽസിനോട് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏഞ്ചൽ കാർഡ് എടുത്തു. ഒന്നാമത്തെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ജൂലൈ മാസത്തിൽ നിങ്ങളിലേക്ക് എന്ത് എനർജിയാണ് വന്നെടുക്കുന്നതെന്ന് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് നോ എന്നാണ്. അപ്പം പലരും പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിരിക്കുന്നെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് നോ എന്നാണ് ആൻസർ പറയുന്നത്. ഇപ്പോൾ അതിന് പോകണ്ട, അത് ഡിവൈൻ ടൈം അല്ല. ഇപ്പം ഈ കാർഡിലും അത് തന്നെയാണ് ആൻസർ വന്നത്. ഇപ്പോൾ അതിനുള്ള ഡിവൈൻ ടൈം അല്ല. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. രണ്ടാമത്തെ ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ്. അപ്പം ഇപ്പം ഈ കാർഡിന് ആൻസറായിട്ടാണ് ഏഞ്ചൽ ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു സഹായം വന്നെത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരൊക്കെയോ നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ടെന്നാണ് ഏഞ്ചൽ വരുന്നത്. ചുറ്റുമുള്ളവരില്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ അവരോട് ഹെൽപ്പ് ചോദിക്കുന്നില്ല എന്നാണ് ഏഞ്ചൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചു തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇതിലൂടെ ഏഞ്ചൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ ജൂലൈ മാസത്തിലെ എനർജി ഇങ്ങനെയാണ്. അപ്പം ഇത് റെസിനേറ്റ് ആയെന്ന് കരുതുന്നു. എനർജി ലെവൽ മാച്ച് ആവുന്നവർക്കൊക്കെ റെസിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടി വരും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഉള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.